ഇന്ന് ഏപ്രിൽ 7. എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഗോളതലത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യ വിവരങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണം ഇവയൊക്കെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. പല രാജ്യങ്ങളും ഈ ആരോഗ്യം ഒരു മനുഷ്യ അവകാശമായി, ഒരു ഹ്യൂമൻ റൈറ്റായി അംഗീകരിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ന് നമ്മൾ ആരോഗ്യ ജനസംഖ്യയുടെ ഒരു നല്ലൊരു ശതമാനത്തിനും അവശ്യ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമല്ല എന്ന് തന്നെ പറയാം. 2025 കണക്കുകൾ നോക്കിയാൽ 4.5 ബില്യൺ ആളുകൾ ലോകത്തിലുണ്ടെങ്കിലും ഇതിൻ്റെ പകുതിയിലധികം വരുന്ന ജനസംഖ്യയ്ക്ക് ആവശ്യ ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ടാണ് ഈ വർഷത്തെ തീമായി മൈ ഹെൽത്ത് മൈ റൈറ്റ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസം, സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ, വിവേചനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഒരു വ്യക്തിയുടെ അവകാശമാണ്. ഇത് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങൾ. ഒരു രോഗിയുടെ അവകാശം അതെങ്ങനെ നേടിയെടുക്കാം. അവകാശം എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്യൂട്ടീസ് കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം മാനസികമായൊരു മാറ്റമാണ്, എ ചേഞ്ച് ഇൻ ദ മൈൻഡ് സെറ്റ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം അത് കാത്തു സൂക്ഷിക്കേണ്ട ഡ്യൂട്ടി അത് ആ വ്യക്തിക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഏറ്റവും അവരുടെ ഉത്തരവാദിത്വവും അതുപോലെ അവരുടെ അവകാശവുമാണ്. അതായത് കൃത്യമായി ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതും കൃത്യമായ ആരോഗ്യ പരിപാലനം ലഭിക്കുക എന്നുള്ളതും ഒരു വ്യക്തിയുടെ റൈറ്റാണ്, അവകാശവും ഡ്യൂട്ടിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കേണ്ടതിന് മുൻഗണന നൽകേണ്ടത് ആവശ്യമാണ്. ഒരു വ്യക്തി സ്വന്തം ആരോഗ്യം പരിരക്ഷിക്കാതെ, ഉദാഹരണത്തിന് പുകവലിയോ മദ്യപാനമോ കൃത്യമായ വ്യായാമമോ ഇല്ലാതെ ജീവിതം നയിച്ചിട്ട് ആരോഗ്യം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് അല്ലെങ്കിൽ രോഗം വന്നതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വന്തം ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് സ്വന്തം ഡ്യൂട്ടിയാണ്, സ്വന്തം എൻ്റെ കടമയാണെന്നും കൃത്യമായ പരിപാലനം ലഭിക്കേണ്ടത് എൻ്റെ അവകാശമാണെന്നും മനസ്സിലാക്കുക. 2, നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക. ഇത് പലപ്പോഴും പലരും ചെയ്യാറില്ല. ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ മുൻപ് നടന്ന കാര്യങ്ങളോ സ്വന്തം ആരോഗ്യത്തെ പറ്റിയുള്ള വിവരങ്ങളോ ഒന്നും നൽകാതെയാണ് പലപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് പോകുന്നത്. നമ്മുടെ സ്വന്തം ആരോഗ്യരേഖകളെല്ലാം, മുൻപ് നടത്തിയ പരിശോധനകളെല്ലാം, അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം കൃത്യമായി ഫയൽ ചെയ്ത് സൂക്ഷിക്കേണ്ടത് അത്യന്താവശ്യമാണ്. അത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ഡിജിറ്റൈസ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ വളരെ എളുപ്പത്തിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത പലപ്പോഴും വ്യക്തികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഡോക്ടർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ അത് വിലയിരുത്തുവാനും രോഗനിർണയം നടത്തുവാനും സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഒരു വ്യക്തി ഒരു ഡോക്ടറെ മുമ്പിൽ ചെന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് കണ്ടുപിടിക്കാനൊന്നും ഒരു ഡോക്ടർക്ക് പറ്റില്ല. പലപ്പോഴും ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളും മുൻപ് 10 വർഷം മുൻപുള്ള പരിശോധനകൾ കൂടി വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഒരു കൃത്യമായ ഒരു തീരുമാനത്തിൽ, ഒരു ആരോഗ്യ പരിചരണത്തിൽ തീരുമാനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇത് പലപ്പോഴും പല വ്യക്തികളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ അതിനു വേണ്ട ഗൗരവം പലപ്പോഴും കൊടുക്കില്ല. അത് പണ്ട് ചെയ്ത ടെസ്റ്റ് അല്ലേ, അത് എന്തിനാണിപ്പോൾ? പലപ്പോഴും എനിക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ തോന്നിയിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ ഡയഗ്നോസിസ് കൃത്യമായി നടത്തുന്നത് ഒരു CBI ഡയറിക്കുറിപ്പ് പോലെ തന്നെയാണ്. പലപ്പോഴും 5 വർഷത്തിന് മുമ്പുണ്ടായ ചെറിയ രോഗലക്ഷണങ്ങളാകാം, അല്ലെങ്കിൽ 3 വർഷത്തിന് മുൻപ് ചെയ്ത പരിശോധനയിൽ കണ്ട ചെറിയ വ്യതിയാനങ്ങളാകാം ഇന്ന് നമുക്ക് ആ രോഗത്തിൻ്റെ കൃത്യമായ രോഗനിർണയത്തിനുള്ള ഒരു സൂചന നൽകുന്നത്. 3, വളരെ ഗൗരവമായി കാണേണ്ട ഒന്നാണ് ഈ ഡോക്ടർ കൺസൾട്ടേഷൻ. 2 കാര്യങ്ങൾ അതിൽ പറയാം. ഒന്ന്, നിങ്ങളൊരു ഡോക്ടറെ കാണുന്നതിന് മുൻപ് വ്യക്തമായി നിങ്ങളുടെ അസുഖവുമായി ബന്ധപ്പെട്ട ഡോക്ടറെ തന്നെയാണോ കാണുന്നത്, ആ ഡോക്ടറെ പറ്റി പൊതുവെയുള്ള അഭിപ്രായം, അദ്ദേഹം ആ ഫീൽഡിൽ വിദഗ്ധനാണോ എന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രം കാണുക. പലപ്പോഴും ഒരു ഷോപ്പിംഗ് എന്ന രീതിയിൽ പല ഡോക്ടർമാരെ കണ്ടാൽ പല അഭിപ്രായങ്ങൾ കിട്ടും. ആ പല അഭിപ്രായങ്ങളിൽ നിന്നും ഒരു വ്യക്തമായ ഒരു തീരുമാനമെടുത്ത് കൃത്യമായി മുന്നോട്ട് പോകാൻ പലപ്പോഴും പറ്റില്ല. വ്യക്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയതിന് ശേഷം ഒരു ഡോക്ടറെ കാണുക.
4, കൺസൾട്ടേഷൻ ഒരു ഡോക്ടറെ കാണുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെയാണ് ആ ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് പറ്റുമെങ്കിൽ ഒരു തയ്യാറെടുപ്പോടെ മാത്രം പോകുക. അതായത് എഴുതി വെച്ച് ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കേണ്ടത്. പലപ്പോഴും പറ്റുന്നതാണ് ഒരു 10-15 മിനിറ്റ് നീളുന്ന ഒരു കൺസൾട്ടേഷൻ സമയത്ത് നമ്മൾ ചോദിക്കേണ്ട പല കാര്യങ്ങളും മറന്നു പോകും. പിന്നീട് വീട്ടിൽ വരുമ്പോഴാണ് അത് കാര്യം പറഞ്ഞില്ലല്ലോ, കാര്യം ഗൗരവമായി എടുത്തില്ലല്ലോ. പലപ്പോഴും പല രോഗികളും പ്രീവിയസ് റെക്കോർഡ്സ്, അതായത് പലപ്പോഴും പറയും ഞാനൊരു വെളുത്ത ഗുളിക കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഗുളിക കഴിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് തിരിച്ചറിയാനാകുന്നത്? അപ്പം എല്ലാ റെക്കോർഡ്സുമായി ചോദിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു തയ്യാറെടുപ്പോടുകൂടി ഒരു ഓടി മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും എല്ലാം എഴുതി വെച്ച് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ടേഷന് പോകും. 4, എല്ലാവരും ഒരു ഇൻഷുറൻസ് കവറേജ്, ഏതെങ്കിലും രീതിയിലുള്ളൊരു ഇൻഷുറൻസ് കവറേജ് എടുക്കേണ്ടത് ആവശ്യമാണ്. അത് സമൂഹത്തിൽ താഴേക്കിടയിലുള്ള വ്യക്തികളാണെങ്കിൽ, കുടുംബങ്ങളാണെങ്കിൽ സർക്കാർ അത് ലഭ്യമാക്കണം. നമ്മളെപ്പോഴും കാറിന് ഒരിക്കലും ഇൻഷുറൻസ് എടുക്കാതെ റോഡിൽ ഇറങ്ങാൻ പറ്റില്ല, അത് നിർബന്ധമാണ്. നമ്മളെപ്പോഴും വില കൂടിയ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ അതിന് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചെന്ന കോട്ടം തട്ടിയാൽ TV-ക്ക് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. എല്ലാ സാധനങ്ങൾക്കും ഇൻഷുറൻസ് എടുക്കാറുണ്ട്. പക്ഷേ 30-40 വർഷം പഴക്കമായി നമ്മുടെ ശരീരത്തിന് ഒരു ഇൻഷുറൻസ് എടുക്കാൻ, അതിനെന്തെങ്കിലും ഒരു കേട് പറ്റിയാൽ അത് ഒന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ, അത് പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡോക്ടറെ കുറേ പൈസ കൊടുത്ത് ഇൻഷുറൻസ് എടുത്തു, എനിക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം അസുഖമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് അത് വെറും വേസ്റ്റായി പോയി എന്ന് കരുതുന്നവരുണ്ട്. സത്യത്തിൽ നമ്മൾ വണ്ടി ഇടിച്ചില്ലല്ലോ എന്നോർത്ത് ആരും സങ്കടപ്പെടാറില്ലല്ലോ, ശരിയല്ലേ? പുതിയ വണ്ടി വാങ്ങിച്ചു, 1 വർഷത്തെ ഇൻഷുറൻസ് അടച്ചു, വണ്ടി ഇടിച്ചില്ലല്ലോ എന്നോർത്ത് നമ്മളാരും സങ്കടപ്പെടാറില്ല. ഇടിച്ചില്ലെങ്കിൽ വണ്ടിക്ക് കേടൊന്നും പറ്റിയില്ലല്ലോ അന്ന് മാത്രമല്ലേ നമ്മൾ വിചാരിക്കാറുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അസുഖം ഉണ്ടാകാത്തത് കൊണ്ട് ഇൻഷുറൻസ് വേസ്റ്റായിപ്പോയി എന്നുള്ള ഒരു ചിന്താഗതി അത് മാറ്റണം. പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ തന്നെ ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ ദീർഘകാലത്തേക്ക് കവറേജ് ലഭിക്കുകയുള്ളൂ. പലപ്പോഴും പ്രീ എക്സിസ്റ്റിംഗ് ഇല്ലസ്, അതായത് നമുക്ക് ബ്ലഡ് ഷുഗർ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ 3 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഇല്ലസ്, വർഷങ്ങളായുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു അസുഖത്തിനും വളരെ എളുപ്പത്തിൽ തന്നെ ഇൻഷുറൻസ് പരിരക്ഷ, അതിനുള്ള നമുക്ക് ചിലവുകളെല്ലാം തിരിച്ചു കിട്ടുന്നതിനുള്ള സാധ്യത കൂട്ടുന്നു. 6, റെഗുലർ ചെക്കപ്പ്. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പിന്നെ എന്തിനാണ് ഞാൻ ചെക്കപ്പ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ പലപ്പോഴും ഒരു നമ്പർ മാത്രമാണ്. ചെക്ക് ചെയ്താൽ മാത്രമേ ആ നമ്പർ കൃത്യമായി അറിയുള്ളൂ. പക്ഷെ ചെക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അറിയുന്നത് ഒരു ഹാർട്ട് അറ്റാക്കോ മസ്തിഷ്കാഘാതമോ സ്ട്രോക്കോ കിഡ്നി ഡാമേജോ വന്നതിന് ശേഷം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് പീരിയോഡിക്കായിട്ട് വർഷത്തിൽ 1 തവണയെങ്കിലും ബ്ലഡെല്ലാം ഒന്ന് നോക്കുക. അത്യാവശ്യമെങ്കിൽ ഒരു ECG 50 വയസ്സിന് ശേഷമാണെങ്കിൽ നമ്മൾ ഹാർട്ടിൻ്റെ ചെക്കപ്പ് അല്ലെങ്കിൽ വയറിൻ്റെ ചെക്കപ്പ്, എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി മുൻകൂട്ടി അത് കൂടുന്നതിന് മുൻപ് ഒരു ഡോക്ടറെ കണ്ട് ഇത്തരത്തിലുള്ള പ്രിവെൻറ്റീവ് ചെക്കപ്പ് എപ്പോഴും നല്ലതാണ്, പ്രത്യേകിച്ച് 40-50 വയസ്സിന് ശേഷം. 7, ഇനി നിങ്ങൾക്കൊരു ഗൗരവമുള്ള രോഗം ഉണ്ട് എന്ന് കണ്ടെത്തിയെന്ന് കരുതുക. പലപ്പോഴും ആദ്യം എപ്പോഴും ഒരു ഫാമിലി ഡോക്ടർ നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും നിങ്ങളുടെ ദീർഘകാലത്തെ രോഗത്തിൻ്റെ വിവരങ്ങളെല്ലാം അറിയുന്ന ഒരു ഫാമിലി ഡോക്ടറെ നിങ്ങൾ തീർച്ചയായും എല്ലാവർക്കും വേണ്ടതാണ്. ആ ഡോക്ടർക്ക് നമ്മുടെ ആരോഗ്യ വിവരങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാവുന്നതും ഒരു ഫയൽ കീപ്പ് ചെയ്യുകയും വേണം. വർഷങ്ങളായുള്ള നിങ്ങളുടെ മുൻകൂട്ടിയുള്ള അസുഖങ്ങളുടെ വിവരങ്ങളും മറ്റ് പരിശോധനകളുടെ വിവരങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ എന്തെങ്കിലും ഗൗരവമുള്ള ഒരു അസുഖം വരുമ്പോൾ അത് ആരെ കാണിക്കണം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നല്ല ഡോക്ടർ ഏതാണ്, ഇതിൻ്റെ ഏറ്റവും വിദഗ്ധ ചികിത്സ ലഭിക്കുന്നത് ആരാണ് എന്നെല്ലാം നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ, പണ്ടെല്ലാം ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അദ്ദേഹം എല്ലാ അസുഖവും ചികിത്സിച്ച് മാറ്റും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പറ്റാത്ത സാഹചര്യങ്ങളിൽ, അതായത് ഗൗരവമുള്ള ഓപ്പറേഷൻ അല്ലെങ്കിൽ ഹാർട്ടിനുള്ള ചികിത്സ, മസ്തിഷ്കാഘാതത്തിനുള്ള ചികിത്സ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള ചികിത്സ, ഇതിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടെ ചികിത്സയ്ക്ക് പോയാൽ പലപ്പോഴും ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്നതിനുള്ള സാധ്യത തീർച്ചയായും കൂടും. ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഒരു ചെറിയ തലവേദന വന്നാൽ തന്നെ രാവിലെ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടു, അത് തൃപ്തിയായില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വേറൊരു ന്യൂറോ സർജനെ കണ്ടു, ഇങ്ങനെ പിന്നെ ഒരു ENT സർജനെ കണ്ടു. ഇത്തരത്തിൽ നമ്മൾ പല ഡോക്ടർമാരെ കണ്ട് പല ടെസ്റ്റുകൾ ചെയ്ത് ഇതിന് കൃത്യമായി നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു ഉപദേശം ലഭിക്കാതെ, ഒരു ചികിത്സ ലഭിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പലപ്പോഴും ഉള്ളത്. ആവശ്യ സന്ദർഭങ്ങളിൽ നമുക്കൊരു ഫാമിലി ഡോക്ടറുടെ സഹായത്തോടെ നല്ലൊരു ഒപ്പീനിയൻ തേടുക. ഇനി നിങ്ങൾക്ക് ആ ഡോക്ടറുടെ അഭിപ്രായം, പ്രത്യേകിച്ച് ഒരു സർജറിക്ക് മുൻപോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ ചികിത്സയ്ക്ക് മുൻപോ നിങ്ങൾക്ക് അത് വിശ്വാസയോഗ്യമല്ല അല്ലെങ്കിൽ അതൃപ്തിയായില്ലെങ്കിൽ തീർച്ചയായും രണ്ടാമതൊരു അഭിപ്രായം തേടാവുന്നതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഒരു 3-4 ഡോക്ടർമാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല.
എന്താണെങ്കിലും പല ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടേക്കാം. ഇത് നമുക്കെപ്പോഴും ഒരു സംശയമോ അല്ലെങ്കിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എത്തിക്കുകയുള്ളൂ. തീരുമാനമെടുത്താൽ അത് തീർച്ചയായും ആ ഡോക്ടറുടെ കീഴിൽ തന്നെ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആ ഡോക്ടറുടെ ചികിത്സാ രീതിയിൽ തന്നെ. പലപ്പോഴും കാണുന്ന ഒരു പ്രവണതയാണ്, പകുതി വഴി കുറച്ച് ചികിത്സ എടുത്തു, 2 ദിവസം ഒരു ഡോക്ടറെ കണ്ടു, ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പകുതി ആയപ്പോൾ പറ്റില്ല, വേറെ ഡോക്ടർമാരെ കാണിക്കുന്നു. ആരെങ്കിലും പറയുന്നത് കേട്ട്, അതായത് അദ്ദേഹത്തിന് വേറൊരു ഡോക്ടറാണ് നല്ലതെന്ന് കേൾക്കുമ്പോൾ ആ ഡോക്ടർ പോയി കാണുക. ഇത്തരത്തിൽ ചെയ്യുന്നത് പലപ്പോഴും ഒരു നല്ല ഫലം ലഭിക്കുന്നതിന് സാധ്യത കുറയ്ക്കുന്നു. 2, നമ്മളൊരു രോഗിക്ക് ഡോക്ടറിൽ വിശ്വാസമില്ല എന്ന് തോന്നിയാൽ പലപ്പോഴും ഒരു ഡോക്ടറും ആ രോഗിയുടെ ചികിത്സയിൽ അല്പം അധിക താല്പര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 9ാമതായി സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണതയാണ്, എന്ത് ലക്ഷണങ്ങൾ കണ്ടാലും ഓൺലൈനിൽ ഒന്ന് പരതി നോക്കുക. ഓൺലൈനിൽ പരതി നോക്കിയാൽ ആർക്കും എന്തും എഴുതാവുന്നതും വിശ്വാസയോഗ്യമായ രീതിയിൽ അവതരിപ്പിക്കാവുന്നതുമായ ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ. ആർക്ക് വേണമെങ്കിലും യൂട്യൂബിൽ എന്തും പറയാം, എന്ത് അസുഖത്തെപ്പറ്റിയും എന്തും പറയാം. അതിൻ്റെ ചികിത്സയോ അതിൻ്റെ രോഗലക്ഷണങ്ങളോ അതിൻ്റെ ഇന്നത് ചെയ്താൽ മാറുമെന്നൊക്കെ എന്തും പറയാം. അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഏതാണ് നമുക്ക് നല്ലത്, ഏതാണ് നമുക്ക് പറ്റാത്തത് എന്ന്, അല്ലെങ്കിൽ ആ പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റി നോക്കി മാത്രം വേണം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത്. 10-12 വർഷങ്ങളും അത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷം എക്സ്പീരിയൻസ് ഉള്ളതും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതുമായ പേരുള്ള ഒരു ഡോക്ടർ പറയുന്നതല്ലേ തീർച്ചയായും നമുക്ക് നല്ലത്. നമുക്ക് പലപ്പോഴും ഇത്തരത്തിൽ ഉള്ള മുറിവ് ചെറിയ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ലഭിച്ചതുമായി ഡോക്ടറെ സമീപിക്കുമ്പോൾ പലർക്കും ഡോക്ടറുടെ ആ ചികിത്സയിലോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലോ വിശ്വാസമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ ഡോക്ടർ ചികിത്സയിൽ പലപ്പോഴും താല്പര്യം കാണിക്കാറില്ല. ഇത് പലപ്പോഴും നിങ്ങൾക്ക് നന്നായി വരില്ല എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ഇനി അവസാനമായി പലപ്പോഴും കാണുന്ന ഒരു പ്രവണതയാണ്, ഒരു ഡോക്ടർക്ക് കൃത്യമായ കൺസൾട്ടേഷൻ ഫീ കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കുക. അതായത് ഡോക്ടർ ഒരു 15 മിനിറ്റ് എന്നോടൊന്ന് സംസാരിച്ചല്ലേ ഉള്ളൂ, ആ റിപ്പോർട്ടൊക്കെ ഒന്ന് നോക്കി മാത്രമല്ലേ ഉള്ളൂ, എന്തിനാണ് ഡോക്ടർക്കൊരു കൺസൾട്ടേഷൻ ഫീ കൊടുക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് പലരും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടു, ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തിനാണ് ഞാൻ ഫീ കൊടുക്കുന്നത്, ഡോക്ടർക്ക് ഫ്രീ ആയിട്ട് തന്നുകൂടെ, ഡോക്ടർ എന്താ എന്നോടൊന്ന് വർത്തമാനം പറഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ റിപ്പോർട്ടൊന്ന് സ്കാനൊന്ന് നോക്കി മാത്രമല്ലേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഡോക്ടറുടെ വർഷങ്ങൾ ഉള്ള ആ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു വിലയിരുത്തലാണ് നമ്മൾ നേടുന്നത്. അതൊരു ഒപ്പീനിയനാണ്, ഒരു സജഷൻ അല്ല. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനായിട്ട് മാത്രം കാണുകയും അതിൻ്റെ ഗൗരവത്തോടെ ഇത് കണ്ടാൽ ആ വിലയിരുത്തൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ തന്നെ രക്ഷപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ആ ചികിത്സ, ആ വിലയിരുത്തൽ ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ചികിത്സ പലപ്പോഴും വഴിതെറ്റി പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എപ്പോഴും ലഭിക്കുമ്പോൾ അതിന് ഒരു മൂല്യം കാണണം, അതിനൊരു വാല്യൂ കാണണം. അത് നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന് ഒരിക്കലും കുറച്ച് കാണാതെ നിങ്ങൾ ആ ഡോക്ടറുടെ സേവനത്തിന്, ഡോക്ടറുടെ അഡ്വൈസിന് കൃത്യമായ രീതിയിൽ ഒരു ഫീസ് കൊടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഉപദേശം കിട്ടും. ഫീസ് കൂടുതൽ കൊടുത്താൽ നല്ല ഉപദേശം കിട്ടുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പലപ്പോഴും കൊടുക്കാതിരിക്കുമ്പോൾ ആ ഡോക്ടർക്ക് പിന്നെ നമ്മൾ ചെയ്യുന്ന, അദ്ദേഹം ഒരു വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അദ്ദേഹം ചെയ്യുന്ന ഒരു ജോലിയാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ ജോലിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റേണ്ടത് അല്ലെങ്കിൽ പൈസ ലഭിക്കേണ്ടത്. അതുകൊണ്ട് ചെയ്യുന്ന ജോലിക്ക് വ്യക്തമായ ഒരു മൂല്യം കാണുകയും അത് വെറും ഒരു കൺസൾട്ടേഷൻ ആയതുകൊണ്ട് എന്തിനാണ് പൈസ കൊടുക്കുന്നതെന്ന് ചിന്തിക്കാതെ കൃത്യമായ കൺസൾട്ടേഷൻ ഫീ കൊടുക്കുക. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമുക്ക് ഈ ലോക ആരോഗ്യ ദിനത്തിൽ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്ന ആ ആശയം നമ്മുടെ ഒരു ഡ്യൂട്ടി കൂടിയാണെന്ന് മനസ്സിലാക്കി, ഓരോ വ്യക്തിയുടെയും അവകാശവും അദ്ദേഹത്തിൻ്റെ കടമയുമാണ് സ്വന്തം ആരോഗ്യം പരിപാലിക്കേണ്ടതെന്ന് മനസ്സിലാക്കി, അത് സ്വന്തം കടമയാണ്, അല്ലാതെ ഡോക്ടറുടെ ആശുപത്രിയുടെ അല്ല എന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഇപ്പോൾ ഈ ഡിജിറ്റൽ ഹെൽത്ത് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഇതിനെ പേഷ്യൻ്റ് എന്ന് പറയുന്നുണ്ട്. പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പേഷ്യൻ്റ് എന്നല്ല, മറിച്ച് എംപവേർഡ് പേഷ്യൻ്റ്. അതായത് ഈ രോഗാവസ്ഥയെപ്പറ്റിയും സ്വന്തം ആരോഗ്യത്തെപ്പറ്റിയും അവബോധമുള്ള ഒരു രോഗി. ആ രോഗിയെ ചികിത്സിക്കാനാണ് എല്ലാ ഡോക്ടർമാർക്കും താല്പര്യം. അതായത് ഞാനൊരു മസ്തിഷ്ക രോഗവിദഗ്ധനാണ്, സ്ട്രോക്ക് സ്പെഷ്യലിസ്റ്റാണ് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റാണ്. അപ്പം സ്ട്രോക്ക് വന്നാൽ ഇന്ന ചികിത്സ ചെയ്യണം എന്ന അറിവോടുകൂടി വരുന്ന ഒരു രോഗിയെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഈ രക്തക്കട്ട തലച്ചോറിൽ വന്നാൽ അത് അലിയിപ്പിച്ച് കളയുന്ന മരുന്ന് 4 മണിക്കൂറിനുള്ളിൽ കൊടുക്കണമെന്ന് അറിയാവുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അത് ആൻജിയോഗ്രാം ചെയ്ത രക്തക്കട്ട വലിച്ചു കളയുന്നത് ആണ് അതിൻ്റെ ചികിത്സ എന്നറിയാവുന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും ചികിത്സ നൽകാൻ
അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ബ്ലഡ് പ്രഷർ കൃത്യമായി നോക്കുക, അല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും കൃത്യമായി സൂക്ഷിച്ച് ഒരു ഫയലുമായി ഡോക്ടറുടെ അടുത്ത് വരിക. എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. ഡോക്ടർ ഇതെല്ലാം വിലയിരുത്തിയതിന് ശേഷം എനിക്കൊരു ചികിത്സ നൽകണം എന്ന അഡ്വൈസിനെ മൂല്യം കാണുകയും ചെയ്യുന്ന ഒരു രോഗിയെ ചികിത്സിക്കുന്നത് എപ്പോഴും കൂടുതൽ ഫലവത്താകുമെന്നാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് 2024 വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7 മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് മൈ ഡ്യൂട്ടി എന്നുകൂടി. സ്നേഹപൂർവ്വം, ഡോക്ടർ ജിജി കുരുട്ടുകുളം.